ഹലോ അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇന്നൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. ഞങ്ങൾ വിൽനസിലോട്ടാണ് പോകുന്നത്. കാരണം ഇവളുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ സൈഡ് അവൾ നല്ല ഉറക്കമാണ് ബാക്കിൽ. ഞാൻ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മുന്നത്തെ വീഡിയോയിൽ, അവൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അവളിങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ജനിച്ച സമയത്ത് 1 വയസ്സാവണതിന് മുന്നേ എടുത്തിട്ടുള്ള പാസ്പോർട്ടാണ്. അതൊരു ഏകദേശം 5 കൊല്ലത്തിലേക്കാണ് അടിക്കുക. അപ്പോൾ അവൾക്കിപ്പോൾ ഏകദേശം 6 ഇയേഴ്സ് ആയല്ലോ. അപ്പോൾ അവളുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ പോവാണ്, എംബസിയിലോട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ നമ്മുടെ കൗനസിലില്ലാത്തതുകൊണ്ട് വിൽനസിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ പുറപ്പെട്ടു കേട്ടോ. ഞങ്ങൾക്ക് ഏകദേശം ഒരു 10:30-ക്കായിരുന്നു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടോ നമ്മുടെ ഇന്ത്യയുടെ കൊടിയൊക്കെ കാണുന്നുണ്ട്, പിന്നെ ഇവിടുത്തെ യൂറോപ്പിൻ്റെ കൊടിയും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടുത്തെ ഉള്ളിൽ നമുക്ക് ഫോൺ അലൗഡ് അല്ല, നമുക്ക് ഉള്ളിലോട്ട് ഫോൺ കയറ്റാൻ പറ്റില്ല. അടുത്ത പ്രൊസീജിയറൊക്കെ ഏകദേശം കുറേ നേരം എടുത്തു കേട്ടോ. പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ 10:30-ക്ക് എത്തിയതാണ്. എന്നിട്ട് ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏകദേശം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 3:30 എന്നിട്ടും ഞങ്ങൾ പോണ വഴിക്ക് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ഫുഡ് സ്പോട്ട് അന്വേഷിച്ച് പോവാണ് കേട്ടോ. അപ്പോഴും അവൾ കിടന്ന് ഉറങ്ങുകയാണ്. അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് ഞങ്ങൾ ആകെ ടയേർഡായിട്ടാണ് ഫുഡ് കഴിക്കാണ്ട്. രാവിലെ ഞങ്ങൾ ഇവിടുന്ന് ഒരു സ്മൂത്തി കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ അവിടെ എത്തിയിട്ട് എംബസിയുടെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തിയിട്ട് അവർ ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. ഫോട്ടോ ഞങ്ങൾ കൊണ്ടുപോയത് ശരിയായില്ല, അതെടുക്കാൻ പോയി. അങ്ങനെ വീണ്ടും അങ്ങനെ ആകെ മൊത്തം ചുറ്റലായിരുന്നു. ഒരു 10:30 ഞങ്ങൾ 10:30-ക്കുള്ള അപ്പോയിൻമെൻറ്റിന് ഞങ്ങൾ 10 മണിയാകുമ്പോഴേക്ക് എത്തി. അവിടെ കയറി ഞങ്ങൾ ഏകദേശം ഒരു 3 മണി കഴിഞ്ഞിട്ടാട്ടോ ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ മുഖമൊക്കെ ഒരുമാതിരി ഫുഡ് കഴിക്കാണ്ട് എല്ലാം കൊണ്ടും ഒരുമാതിരി ഒരു അവസ്ഥയായിരുന്നു. ഞാനിങ്ങനെ നോക്കായിരുന്നു എന്താണ് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കണേ, ആകെ ഒരു ഡ്രൈ ആയി. നമുക്കിങ്ങനെ ഫുഡ് കഴിക്കാണ്ട് ഒരു തരം വെപ്രാളം വരില്ല. അവളൊക്കെ ക്ഷീണിച്ചുറങ്ങി. ഞാൻ പിന്നെ കുറച്ച് സ്നാക്സൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ അവൾ കഴിച്ച് അങ്ങനെ അവൾ അവിടെ കിടന്നു. പിന്നെ ഞങ്ങൾ പോണ വഴിയിലൊക്കെ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നില്ല, പക്ഷേ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് അച്ചായൻ പറയാണ് ഇത് എന്ത് ബ്ലോക്കാണ്, ഒരുമാതിരി ഇങ്ങനെ ബോറടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം ഒരു ഫുഡ് സ്പോട്ടിൽ പോയി. അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ല. അവിടെ ഷോപ്പിൽ ഇന്ത്യൻ ഫുഡ് തപ്പിയിട്ടാണ് പോയേ. അപ്പോൾ അവിടെ ഷോപ്പ് അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഒരു സ്ഥലത്ത് 3 സ്പൂൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ ബിരിയാണി കിട്ടുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ബിരിയാണി കഴിക്കാൻ കയറി കേട്ടോ. ബിരിയാണി കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഈ കേരള സ്റ്റൈൽ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബിരിയാണിയൊന്നുമല്ല, ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ബിരിയാണി നമുക്ക് കിട്ടുകയുള്ളൂ. അതിപ്പോൾ ഇവിടെ ഇപ്പോൾ കൗനസിലുണ്ട് ചില സ്ഥലത്ത്. കൗനസിൽ ആണെങ്കിലും വിൽനസിലാണെങ്കിലും നമുക്ക് നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ബിരിയാണി കിട്ടുള്ളൂ. പിന്നെ ബിരിയാണി അല്ലേ എന്നുള്ളൊരു ഇതിൽ നമുക്കിങ്ങനെ കഴിക്കാം. പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഞങ്ങളൊരു 3 എണ്ണം വാങ്ങിച്ചായിരുന്നു, അവൾക്ക് കൂടെ വാങ്ങിച്ചത്. പക്ഷേ അവൾ കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ നന്നായി വിശപ്പുള്ള കാരണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കൗനസിലെത്തിയപ്പോൾ ഭയങ്കര മഞ്ഞ്. അവിടെ ഭയങ്കര ഭാഗ്യത്തിൽ വിൽനസിൽ പോകുന്ന റോട്ടിലൊന്നും മഞ്ഞുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര മഞ്ഞ്. അപ്പോൾ ഇവർ മഞ്ഞ് കണ്ടപ്പോൾ അതിൽ കളിയായി, ബഹളമായി, ആകെ ഒഴുകലായി. അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ആയിരുന്നു. കുറേ നേരം ഒഴുകി ഇങ്ങനെ സ്കേറ്റ് ചെയ്യേണ്ട ഒരു ഇത്. പക്ഷേ ഇത് അധികം കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ഇതിപ്പോൾ വീഴണ മഞ്ഞായതുകൊണ്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ കൗനസിൽ ഇന്നിയുള്ള കുറച്ച് ഉള്ളയിൽ വെച്ചൊരു വലിയൊരു മാളാണ് ഈ മെഗയിലുള്ള ഈ മാൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ മാളിലോട്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വേറൊരു സാധനങ്ങളും കൂടി കുറച്ച് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്കായിരുന്നു. അപ്പോൾ കുറച്ച് ഐറ്റംസ് വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഈ ഒരു ഐറ്റം കണ്ടോ, നമ്മുടെ നാട്ടിലുണ്ട്, ശോഭയിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. അന്ന് 50 രൂപയോ 60 രൂപയും കൂടാണ് ഇങ്ങനെ ഒരു ട്രിപ്പിന്. അതുപോലെ തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ അവൾക്ക് അതിലെല്ലാം നല്ലതായിരുന്നു. ഇവിടെ ഒരു ഒഴുകണ ഒരു സംഭവമുണ്ട്, അത് നമുക്ക് വലിയവർക്ക് ഒഴുകാം, കുട്ടികൾക്ക് ഒഴുകാം. അപ്പോൾ അവൾ അത് ലക്ഷ്യം വെച്ചിട്ടാണ് പോണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി ഒഴുക്, ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ചായൻ്റെ ഫോൺ എനിക്കും എൻ്റെ ഫോൺ അച്ചായനും കൊടുത്തിട്ട് അച്ചായൻ വീഡിയോ എടുക്കുകയാണ്. ഇവിടെ കണ്ടോ ഈ വലിയൊരു അക്വേറിയം ഉണ്ട്, നല്ല രസമാണ് കേട്ടോ കാണാൻ. അതിൽ പലതരം ഫിഷുകളുണ്ട്. എല്ലാ ഫിഷിൻ്റെ പേരും അത് എന്തൊക്കെയാണെന്നും
അവർ ഇതിവിടെ ഇങ്ങനെ അടിയിൽ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗി. ഇത് വലിയൊരു അക്വേറിയം ആട്ടോ. ഇതൊരു ഭിത്തി പോലത്തെ തൂണ് പോലത്തെ ഒരു സംഭവമാണ്. പക്ഷെ അത് നല്ല രസത്തിൽ അക്വേറിയം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ മാളിലൊരു പ്രത്യേകതയാണ്. കുറേ ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല പക്ഷെ കാണാൻ തന്നെ ഉണ്ട്, നല്ല രസമുള്ള സംഭവമാണ്. പലതരം ഫിഷുകളുണ്ട്, പലതും പല പല സ്ഥലത്തായിട്ടാണ് കിടക്കണത്. അപ്പോൾ അതിലുള്ള ഓരോന്നിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർ ഇങ്ങനെ താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ എൻ്റെ ഫോണും കൊണ്ടുപോയിട്ട് അതിൻ്റെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോണും കൊണ്ടുപോയി എടുത്തു. പിന്നെ ഈസയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഞാൻ പറഞ്ഞ ഒരു ഒഴുകണ ഒരു സംഭവം എന്ന് പറഞ്ഞില്ലേ, അവളപ്പോൾ അതിലോട്ടാണ് ഓടുന്നത്. അപ്പോൾ ഈ എസ്കലേറ്റർ കയറി, ഈ അക്വേറിയത്തിൻ്റെ അടുത്തുള്ള എസ്കലേറ്റർ കയറി കുറച്ച് റെസ്റ്റോറൻറ്റുള്ള അതിങ്ങനെ തിരിഞ്ഞ് വരുമ്പോഴാണ് ഈ ഒഴുകണ സംഭവം. ഇത് ലക്ഷ്യം വെച്ചിട്ടാണ് അവൾ പോകണത്. ഇത് ഇവിടെ നിന്ന് ഒഴുകി കഴിഞ്ഞാൽ നമ്മൾ താഴത്ത് ഫസ്റ്റ് നമ്മൾ കയറിയ ആ ഫ്ലോറിലെത്തും. ഇത് ഞാനും പോയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഇത് കുട്ടികൾക്കും പോവാം, നമുക്കിപ്പോൾ ഒരു വലിയവർക്കും പോവാം. അങ്ങനെ ഏജ് ഡിഫറൻസോ അങ്ങനെയൊന്നുമില്ല. ഞാനൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു ഐറ്റം കണ്ടിട്ടില്ല. ഇതിങ്ങനെ വലിയവർക്ക് പോകണം, ഞാനതിൽ പോയിട്ടില്ല. ഞാൻ കുട്ടികളൊക്കെ ഇങ്ങനെ ഒഴുകുമ്പോൾ അന്ന് ചിന്തിച്ചായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ കുറേ നേരം അവിടെ കളിച്ച് പുറത്തേക്ക് ഇറങ്ങി വീട്ടിലോട്ട് പോകാൻ. കാരണം ഓൾറെഡി ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഒരു 3, 4, 5 മണിയായിരുന്നു. അത് നന്നായി ഹെവി ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രിക്ക് പിന്നെ വിശന്നൊന്നുമില്ല. പിന്നെ ഞങ്ങളൊരു ടോട്ടല വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അത് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങിയപ്പോഴുണ്ടോ നല്ല അടിപൊളി മഞ്ഞ്. അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി, ഭയങ്കര മഞ്ഞ്. കവനസിൽ ഭയങ്കര മഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ മഞ്ഞിൽ നിന്നിട്ട് നമുക്ക് കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ ഇടാം. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇൻസ്റ്റയിലായിരുന്നു തോന്നുന്നു ഞാൻ ഇട്ടേക്കണേ. അപ്പോൾ അവളെ വിളിച്ചപ്പോൾ അവളവിടെ മഞ്ഞിൽ കളിക്കുകയായിരുന്നു. അപ്പോൾ അവളും വന്നു. അപ്പോൾ ഈ ലൈറ്റിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ മഞ്ഞ് വീണത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.